ഹലോ ഫ്രണ്ട്സ്, PC ഹിൻസ് ആൻഡ് ടോപ്പിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ത്യയുടെ പഴയ പാർലമെന്റ് ഇനി ഏത് പേരിലാണ് അറിയപ്പെടുക? സംവിധാൻ സദൻ. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യയുടെ പഴയ പാർലമെന്റ് ഇനി ഏത് പേരിൽ അറിയപ്പെടും? സംവിധാൻ സദൻ എന്നാണ് ഉത്തരം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ബെഞ്ചമിൻ നെതന്യാഹു ഏത് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ്? ബെഞ്ചമിൻ നെതന്യാഹു ഏത് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ്? ഇസ്രായേൽ. ഏത് രാജ്യത്തിന്റെയാണ്? ഇസ്രായേൽ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, 2023 പരിസ്ഥിതി ദിനാഘോഷ പരിപാടികളുടെ ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ്? ഐവറി കോസ്റ്റ് ആണ്. എന്നാൽ 2024 പരിസ്ഥിതി ദിനാഘോഷ പരിപാടികളുടെ ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ്? സൗദി അറേബ്യ. ഏതാണ്? സൗദി അറേബ്യ. 2023 ഐവറി കോസ്റ്റ് ആണെങ്കിൽ 2024 സൗദി അറേബ്യയാണ്. MS സ്വാമിനാഥൻ അന്തരിച്ചത്. MS സ്വാമിനാഥൻ ആരാണ്? ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? MS സ്വാമിനാഥനാണ്. അദ്ദേഹം അന്തരിച്ചു. അത് എപ്പോഴാണ്? 2023 സെപ്റ്റംബർ 28. 2023 സെപ്റ്റംബർ 28 MS സ്വാമിനാഥൻ അന്തരിച്ചത്. 2024 പാരീസ് ഒളിമ്പിക്സിന്റെ ഭാഗ്യചിഹ്നം 2024 പാരീസ് ഒളിമ്പിക്സിന്റെ ഭാഗ്യചിഹ്നം ഏതാണ്? ഫ്രിജസ് എന്ന പക്ഷി. ഏതാണ്? ഫ്രിജസ് എന്ന പക്ഷിയാണ് ഭാഗ്യചിഹ്നം. കേന്ദ്ര യുവജനകാര്യമന്ത്രി ആരാണ്? മൻസുഖ് മാണ്ഡവ്യ. കേന്ദ്ര യുവജനകാര്യമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. കേരള സംസ്ഥാന യുവജനകാര്യ കമ്മീഷൻ ചെയർമാൻ ആര്? കേരള സംസ്ഥാന യുവജനകാര്യ കമ്മീഷൻ ചെയർമാൻ M ഷാജർ. ഇന്ത്യയിലെ ആദ്യ AI നഗരം നിലവിൽ വരുന്നത് എപ്പോഴാണ്? ഇന്ത്യയിലെ ആദ്യ AI നഗരം നിലവിൽ വരുന്നത് എവിടെയാണ്? ലക്നൗ, UP ലക്നൗ. ഇന്ത്യയിലെ ആദ്യ AI നഗരം നിലവിൽ വരുന്നത് ലക്നൗ. ഇന്ത്യയുടെ AI തലസ്ഥാനമായി പ്രഖ്യാപിക്കപ്പെട്ടതോ? ഹൈദരാബാദ്. തലസ്ഥാനമായി പ്രഖ്യാപിക്കപ്പെട്ടത് ഹൈദരാബാദാണ്. ഇന്ത്യയുടെ AI തലസ്ഥാനമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടത് ഹൈദരാബാദാണ്. ഇന്ത്യയിലെ ആദ്യ സോളാർ സിറ്റി ഏതാണ്? ഇന്ത്യയിലെ ആദ്യ സോളാർ സിറ്റി മധ്യപ്രദേശിലെ സാഞ്ചി. ഇന്ത്യയിലെ ആദ്യ സോളാർ സിറ്റി ഏതാണ്? സാഞ്ചിയാണ്. മധ്യപ്രദേശിലെ സാഞ്ചിയാണ് സോളാർ സിറ്റി. രാജ്യത്തെ ആദ്യത്തെ ഭരണഘടനാ പാർക്ക് ഉദ്ഘാടനം ചെയ്യുന്നത് എവിടെ? പൂനെ. രാജ്യത്തെ ആദ്യത്തെ ഭരണഘടനാ പാർക്ക് ഉദ്ഘാടനം ചെയ്യുന്നത് പൂനെയിലാണ്. രക്തദാനം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് ആ ദിവസം അവധി നൽകുന്ന കേരളത്തിലെ ആദ്യ സർവകലാശാല ഏത്? കേരള സർവകലാശാല. രക്തദാനം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് ആ ദിവസം അവധി നൽകുന്ന കേരളത്തിലെ ആദ്യ സർവകലാശാലയാണ് നമ്മുടെ കേരള സർവകലാശാല. 2024 നടന്ന 75ാമത് റിപ്പബ്ലിക് ദിന ആഘോഷത്തിലെ മുഖ്യ അതിഥി ആരായിരുന്നു? ഇമാനുവൽ മാക്രോൺ. അത് ഫ്രാൻസ് പ്രസിഡന്റ് ആണ്. ഇമാനുവൽ മാക്രോൺ ആണ് നമ്മുടെ 2024 നടന്ന 75ാമത് റിപ്പബ്ലിക് ദിന ആഘോഷത്തിലെ മുഖ്യ അതിഥി. ഇമാനുവൽ മാക്രോൺ ആണ്. ഫ്രാൻസിലെ പ്രസിഡന്റ് ആണ് ഇമാനുവൽ മാക്രോൺ. ISROയുടെ പുതിയ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം നിലവിൽ വന്നത് എപ്പോഴാണ്? ISROയുടെ പുതിയ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം നിലവിൽ വന്നത് കുലശേഖരപട്ടണം. എവിടെയാണ്? കുലശേഖരപട്ടണം. അടുത്ത ക്വസ്റ്റ്യൻ, 2024 കേരളത്തിലെ അന്താരാഷ്ട്ര കായിക ഉച്ചകോടിക്ക് വേദിയായത്? 2024 കേരളത്തിലെ അന്താരാഷ്ട്ര കായിക ഉച്ചകോടിക്ക് വേദിയായത് ഏതാണ്? തിരുവനന്തപുരം. ഏതാണ്? തിരുവനന്തപുരം. കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിന്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ആരാണ്? കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിന്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് U ഷറഫ് അലി. എന്താണ് ഉത്തരം? U ഷറഫ് അലി. കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിന്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് U ഷറഫ് അലി. 2021 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത്? 2021 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? P വത്സല. ആർക്കാണ്? P വത്സല. ഇന്ത്യ ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച ദിവസം ഏതാണ്? ഓഗസ്റ്റ് 23. ഏതാണ്? ഓഗസ്റ്റ് 23. G20 2024 വേദി? ബ്രസീൽ. ഏതാണ്? ബ്രസീൽ. രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യത്തെ മലയാളിയായ വനിതാ കായിക താരം? PT ഉഷ. രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യത്തെ മലയാളിയായ വനിതാ കായിക താരമാണ് PT ഉഷ.
2022 മികച്ച പിന്നണി ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരം നേടിയ കേരളീയ വനിത ആരാണ്? നഞ്ചിയമ്മ. 2022 മികച്ച പിന്നണി ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരം നേടിയ കേരളീയ വനിത ആരാണ്? നഞ്ചിയമ്മ. വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ഏതാണ്? നെയ്യാറ്റിൻകര. വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ഏതാണ്? നെയ്യാറ്റിൻകര. 2024 ഒളിമ്പിക്സ് വേദി ഏതാണ്? പാരീസ് ആണ്. 2024 ഒളിമ്പിക്സ് വേദി ഏതാണ്? പാരീസ് ആണ്. കേരളത്തിലെ അവിവാഹിതരായ മാതാക്കളെ സഹായിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനും വേണ്ടി കേരള സർക്കാർ കൊണ്ടുവന്ന പദ്ധതി ഏതാണ്? സ്നേഹസ്പർശം. അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, നോട്ട് ചെയ്യുക. സ്നേഹസ്പർശം. കേരളത്തിലെ ആദ്യത്തെ റോഡ് ടണൽ ഏത് ജില്ലയിലാണ്? തൃശൂർ. കേരളത്തിലെ ആദ്യത്തെ റോഡ് ടണൽ ഏത് ജില്ലയിലാണ്? തൃശൂർ. ആദിത്യ L1 ഭൂമിയിൽ നിന്നുള്ള അകലം ഭൂമിയും സൂര്യനും തമ്മിലുള്ള അകലത്തിന്റെ എത്ര ശതമാനമാണ്? ആദിത്യ L1 ഭൂമിയിൽ നിന്നുള്ള അകലം ഭൂമിയും സൂര്യനും തമ്മിലുള്ള അകലത്തിന്റെ എത്ര ശതമാനമാണ്? 1%. വയനാട് ദേശം പശ്ചാത്തലമായി വരുന്ന ഷീല ടോമിയുടെ നോവൽ ഏത്? ഷീല ടോമിയുടെ നോവലാണ് വല്ലി. വയനാട് ദേശമാണ് അത് പശ്ചാത്തലമാക്കിയിരിക്കുന്നത്. വയനാട് ദേശം പശ്ചാത്തലമായി വരുന്ന ഷീല ടോമിയുടെ നോവൽ ഏതാണ്? വല്ലി. കൊച്ചി വാട്ടർ മെട്രോ ഉദ്ഘാടനം ചെയ്തത് എന്നാണ്? 2023 ഏപ്രിൽ 25. 2023 ഏപ്രിൽ 25 നമ്മുടെ കൊച്ചി വാട്ടർ മെട്രോ ഉദ്ഘാടനം ചെയ്തത്. 2024 ബ്രിക്സ് ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം ഏത്? 2024 ബ്രിക്സ് ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യമാണ് റഷ്യ. ടൈറ്റാനിക് കപ്പലിന്റെ അവശിഷ്ടങ്ങൾ കാണാൻ പോയ സമയത്ത് കാണാതെ പോയ സമുദ്ര പേടകം ഏതാണ്? അതായത് ടൈറ്റാനിക് കപ്പലിന്റെ അവശിഷ്ടങ്ങൾ കാണാൻ പോയ സമയത്ത് കാണാതെ പോയ സമുദ്ര പേടകം ഏത്? ടൈറ്റൻ. ഏതാണ്? ടൈറ്റൻ. അടുത്ത ക്വസ്റ്റ്യൻ. 2024-25 സാമ്പത്തിക വർഷം RBI ലക്ഷ്യമിടുന്ന സാമ്പത്തിക വളർച്ച എത്ര ശതമാനമാണ്? 7%. അടുത്ത ക്വസ്റ്റ്യൻ. 2023 ലോകകപ്പ് ക്രിക്കറ്റിൽ പങ്കെടുത്ത രാജ്യങ്ങളുടെ എണ്ണമാണ് 10 എണ്ണമാണ്. 2023 ലോകകപ്പ് ക്രിക്കറ്റിൽ പങ്കെടുത്ത രാജ്യങ്ങളുടെ എണ്ണം. കേരളത്തിന് ഒളിമ്പിക്സ് മെഡൽ നേടിത്തന്ന കായിക ഇനം ഏതാണ്? ഹോക്കി. കേരളത്തിന് ഒളിമ്പിക്സ് മെഡൽ നേടിത്തന്ന കായിക ഇനമാണ് ഹോക്കി. G20 അധ്യക്ഷ പദവി ഇന്ത്യ ഏറ്റെടുത്തത് ഏത് വൻകരയിലുള്ള രാജ്യത്ത് നിന്നുമാണ്? G20 അധ്യക്ഷ പദവി ഇന്ത്യ ഏറ്റെടുത്തത് ഏത് വൻകരയിലുള്ള രാജ്യത്ത് നിന്നുമാണ്? ഏഷ്യ. ഉത്തരം ഏഷ്യ. ഏഷ്യ വൻകരയിലുള്ള രാജ്യത്ത് നിന്നുമാണ് അത് ഏറ്റെടുത്തത്. അടുത്ത ക്വസ്റ്റ്യൻ. 2023 G20യുടെ എത്രാമത്തെ ഉച്ചകോടിയാണ് ഇന്ത്യയിൽ നടന്നത്? 2023 G20യുടെ എത്രാമത്തെ ഉച്ചകോടിയാണ് ഇന്ത്യയിൽ നടന്നത്? 18ാമത്. ചന്ദ്രയാൻ 3 ദൗത്യത്തിന് പിന്നിലുള്ള റോക്കറ്റ് വനിത ആരാണ്? ചന്ദ്രയാൻ 3 ദൗത്യത്തിന് പിന്നിലുള്ള റോക്കറ്റ് വനിത ആരാണ്? ഋതു കരിതാൽ. ഋതു കരിതാൽ. ഇടുക്കി കേരളത്തിലെ ഏറ്റവും വലിയ ജില്ലയാകാൻ കൂട്ടിച്ചേർത്ത വില്ലേജ് ഏത്? ഇടുക്കി കേരളത്തിലെ ഏറ്റവും വലിയ ജില്ലയാകാൻ കൂട്ടിച്ചേർത്ത വില്ലേജ് ആണ് ഇടമലക്കുടി. ഏതാണ്? ഇടമലക്കുടി. അടുത്ത ക്വസ്റ്റ്യൻ. 2023 ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയുടെ മെഡൽ നില. 2023 ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയുടെ മെഡൽ നില എത്രയാണ്? 28 സ്വർണം, 38 വെള്ളി, 41 വെങ്കലം. 28 സ്വർണം, 38 വെള്ളി, 41 വെങ്കലം. സ്വർണം, വെള്ളി, വെങ്കലം. സപ്തഋഷി എന്ന പദം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സപ്തഋഷി എന്ന പദം 2023-24 യൂണിയൻ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. 2023-24 യൂണിയൻ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ് സപ്തഋഷി. 2023 രസതന്ത്ര നോബൽ പുരസ്കാരം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ക്വാണ്ടം ഡോട്ടുകളുടെ കണ്ടുപിടുത്തവും അതിന്റെ സങ്കലനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ചന്ദ്രയാൻ 3 ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ എത്തിയതെന്നാണ്? 2023 ഓഗസ്റ്റ് 5. 2023 ഓഗസ്റ്റ് 5 ചന്ദ്രയാൻ 3 ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ എത്തിയത്. ഇന്ത്യൻ ബഹിരാകാശ വകുപ്പിന്റെ ചൊവ്വ ദൗത്യത്തിന്റെ പേരെന്ത്? മംഗൾയാൻ. ഇന്ത്യൻ ബഹിരാകാശ വകുപ്പിന്റെ ചൊവ്വ ദൗത്യത്തിന്റെ പേരാണ്
മംഗൾയാൻ. ചന്ദ്രയാൻ 3 ദൗത്യത്തിന്റെ റോവർ അറിയപ്പെടുന്നത് പ്രഗ്യാൻ. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നോട്ട് ചെയ്യുക. ചന്ദ്രയാൻ 3 ദൗത്യത്തിന്റെ റോവർ അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? പ്രഗ്യാൻ. ഏതാണ്? പ്രഗ്യാൻ. കേരള നിയമസഭാ സ്പീക്കർ AN ഷംസീർ. കേരള നിയമസഭാ സ്പീക്കർ ആരാണ്? AN ഷംസീർ. കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. 2023 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? SK വസന്തൻ. 2023 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? SK വസന്തൻ. ISRO ചെയർമാൻ ആരാണ്? S സോമനാഥ്. ISRO ചെയർമാൻ S സോമനാഥ്. ചന്ദ്രയാൻ 3 ലാൻഡറിന്റെ പേര്, ഇത് കഴിഞ്ഞ LDC 4ാം ഘട്ട പരീക്ഷയ്ക്ക് ചോദിച്ച ഒരു ചോദ്യമാണ്. വിക്രം. ചന്ദ്രയാൻ 3 ലാൻഡറിന്റെ പേര് വിക്രം. അതുപോലെ വേറൊരു ഒരു കാര്യം കൂടി നോട്ട് ചെയ്യുക. നമ്മുടെ ചന്ദ്രയാൻ 3 ദൗത്യത്തിന്റെ റോവർ അറിയപ്പെടുന്നത്, അതൊന്ന് നോട്ട് ചെയ്യേണ്ട കാര്യമാണ്, പ്രഗ്യാൻ. ചന്ദ്രയാൻ 3 ലാൻഡറിന്റെ പേര് എന്താണെന്ന് ചോദിച്ചാൽ വിക്രം. ചന്ദ്രയാൻ 3ന്റെ മൊത്തം ചിലവ് എത്ര രൂപയാണ്? 615 കോടി രൂപ. എത്രയാണത്? 615 കോടി രൂപയാണ് നമ്മുടെ ചന്ദ്രയാൻ 3ന്റെ മൊത്തം ചിലവ്. 50ാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? ധനഞ്ജയ് വൈ ചന്ദ്രചൂഡ്. ആരാണ്? ധനഞ്ജയ് വൈ ചന്ദ്രചൂഡ് ആണ് നമ്മുടെ 50ാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രമല്ല തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്താൽ മാത്രമാണ് ഞാനിടുന്ന ഓരോ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിലൂടെ ലഭ്യമാകുക. താങ്ക് യു.